ദൈവത്തിന്റെ ദയയെ കുറിച്ച് പറയുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദയ തന്റെ ഭക്തന്മാരോട് എങ്ങനെ ഇരിക്കുന്നു? വലുതായിരിക്കുന്നു. ദൈവത്തിന്റെ ദയ വലിയ ദയയാണ്. ആ ദയയാൽ ദൈവം നമ്മെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു എങ്കിൽ ആമേ സ്തോത്രം. കർത്താവിന്റെ കരുണയും ദയയും യഥാർത്ഥമായി വെളിപ്പെട്ടത് കാൽവറിയിലാണ്. ആ കാൽവറിയുടെ മുകളിൽ വെളിപ്പെടുത്തിയ കരുണയും ദയയും, അല്ലെങ്കിൽ ആ പരമയാഗത്തിലൂടെ വെളിപ്പെട്ടു വന്ന ദയ, ആ പരമയാഗത്തിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ കരുണയാൽ പാപത്തിന്റെ നാശകർത്തത്തിൽ നിന്ന്, അഗാധത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയിരിക്കുമ്പോൾ അവൻ നമ്മെ അണിയിച്ചിരിക്കുന്ന ഒരു അലങ്കാരമുണ്ട്, ഒരു വസ്ത്രമുണ്ട്. അതാണ് ദയയും കരുണയും എന്നെ അണിയിച്ചിരിക്കുന്നു. എന്റെ പ്രാണനെ അവൻ വീണ്ടെടുത്തിരിക്കുന്നു നാശത്തിൽ നിന്ന്. ആമേ പാപത്തിന്റെ ശമ്പളം എന്ന മരണത്തിൽ വിധിക്കപ്പെട്ട പ്രാണൻ, ആമേ സ്തോത്രം, നിത്യമരണത്തിന് വിധിയപ്പെട്ടതായ ആമേൻ അകത്തെ മനുഷ്യനെ അവൻ വീണ്ടെടുത്ത് ദൈവത്തിന്റെ ദയയും കരുണയും ദൈവം അണിയിച്ചിരിക്കുന്നു. ഇവിടെ 119-ാം സങ്കീർത്തനത്തിൽ 3 ഭാഗങ്ങളിലായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ ദയ അല്ലെങ്കിൽ കരുണയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 41-ാമത്തെ വാക്യം വായിക്കാം. എങ്ങനെയാണ് ദയ വെളിപ്പെട്ടത്? വായിച്ചാട്ട്. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും ദൈവത്തിന്റെ ദയയായിട്ടാണ് ഭക്തൻ പറയുന്നത്. നിന്റെ ദയ കൊണ്ട് ആമേ സ്തോത്രം രക്ഷ എങ്കലേക്ക് വന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് ആവശ്യമായതാണ് ദൈവത്തിന്റെ ദയ, അല്ലെ? അതിന് മറ്റൊരു പദമുണ്ട്, കൃപയാലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. ആമേൻ. നമ്മുടെ പ്രവൃത്തികളൊന്നും അതിന് കാരണമല്ല, കഴിവ് കാരണമല്ല, മിടുക്കുകളൊന്നും അതിന് കാരണമല്ല, ആമേ കുലമഹിമ കുടുംബ ശ്രേഷ്ഠതകളൊന്നും അതിന് ആമേൻ അടിസ്ഥാനമല്ല. ദൈവത്തിന്റെ കൃപയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദയയാണ് എന്നുള്ളതാണ്. അപ്പൊ രക്ഷയ്ക്ക് ആവശ്യമായ ദൈവത്തിന്റെ ദയ, അല്ലെ? രക്ഷ അത്യാവശ്യമായ കാര്യമാണ്. പ്രധാനമായി 2 വിധത്തിലാണ് രക്ഷയുള്ളത്. ഒന്ന് ശരീരരക്ഷയും, 2 ആത്മാവിന്റെ രക്ഷയും. ഇതിന് ഏറ്റവും അതിപ്രധാനമായിരിക്കുന്നത് ഏത് രക്ഷയാണ്? ശരീരരക്ഷയല്ല, ആത്മാവിന്റെ രക്ഷയാണ്. ശരീരരക്ഷ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരത്തിന്റെ വിടുതൽ എന്ന് പറയുന്നത് ആമേൻ ഒരു മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് 70 അല്ലെങ്കിൽ ഏറെയായാൽ 80 വർഷത്തേക്കാണ്. ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് നിത്യത മുഴുവനും ആമേൻ നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ശരീരരക്ഷയ്ക്കല്ല പ്രാധാന്യത, ആത്മാവിന്റെ രക്ഷയ്ക്ക്. ആത്മാവിന്റെ രക്ഷ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ ദയയാണ്, അവന്റെ കരുണയാണ്, അവന്റെ കൃപയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമതായി നമ്മൾ വായിച്ച തിരുവചനത്തിൽ അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം 76-ാം വാക്യം, നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കട്ടെ. സ്തോത്രം. 2 ദയയുടെ രണ്ടാമത്തെ പ്രത്യേകത, കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ ആമേൻ നമുക്ക് ആശ്വാസം ഭവിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരും നമ്മെ ആശ്വസിപ്പിക്കാനില്ല എങ്കിലും ദൈവത്തിന്റെ ദയയാൽ നമുക്ക് ആശ്വാസമുണ്ട്. യോബ് എന്ന ഭക്തന്റെ ജീവിതത്തിൽ ആശ്വസിപ്പിക്കുമെന്ന് കരുതിയവർ മുഴുവനും ആമേൻ തനിക്ക് വേദന കൊടുത്ത്, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, പരാജയപ്പെടുത്തി ആമേൻ ആശ്വാസ വാക്കുകൾക്ക് പകരം ആമേൻ സ്തോത്രം ആമേൻ ജീവിതത്തെ തകർക്കുന്ന വാക്കുകൾ കൊണ്ട് ആമേൻ യോബിനെ വ്യസനിപ്പിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ ഇറങ്ങി വന്നു. ഇന്ന് പകലിൽ കഷ്ടതയുടെ നടുവിലായിരിക്കുന്ന ദൈവമേ, എന്റെ ദൈവത്തിന്റെ ദയ ഉള്ളത് കൊണ്ട് ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ എന്നെയും നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ സ്വർഗത്തിലെ തമ്പുരാന് മാത്രമേ കഴിയുകയുള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? എന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം എന്നത് എന്റെ ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അവന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, ആമേൻ അവന്റെ സമാധാനത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ദയ 2 കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു. 1 ദൈവത്തിന്റെ ദയ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നു. 2 ആമേൻ നമ്മുടെ കഷ്ടതയിൽ ആശ്വാസം പകരുന്നത് ദൈവത്തിന്റെ ദയയാണ്. 3:77 വാക്യത്തിൽ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. ജീവിച്ചിരിക്കേണ്ടതിനുള്ള, നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദയ അല്ലെങ്കിൽ കരുണ, അല്ലെ? അതാ നേരത്തെ പറഞ്ഞ വാക്യം ഒന്നുകൂടി ആവർത്തിക്കാം. മുട്ടിഞ്ഞു പോകാതിരിക്കുന്നത്, നാം നശിച്ചു പോകാതിരിക്കുന്നത്, നാം തീർന്നു പോകാതിരിക്കുന്നത്, ആമേൻ നാം നശിച്ച് തകർന്ന് ലോകത്തിൽ നിന്ന് ലോകവാസം അവസാനിക്കാതിരിക്കുന്നത്, നമ്മുടെ ശ്വാസം നിലയ്ക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. എത്ര
അവർക്ക് മനസ്സിലായി. അവന്റെ ദയ എത്ര വലുതാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിന്റെ സ്തോത്രം 88-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. സ്തോത്രം. നിർജീവമായിരിക്കുന്ന എന്റെ മനസ്സ്, നിർജീവമായിരിക്കുന്ന എന്റെ ശരീരം, നിർജീവമായിരിക്കുന്ന എന്റെ ആരാധനാ ജീവിതം, നിർജീവമായിരിക്കുന്ന എന്റെ പ്രാർത്ഥനാ ജീവിതം, നിർജീവമായിരിക്കുന്ന എന്റെ വിശുദ്ധ ജീവിതം, നിർജീവമായിരിക്കുന്ന എന്റെ ആത്മീക ജീവിതത്തെ നിന്റെ ദയക്ക് തക്കവണ്ണം ഒന്നിനെ ജീവിപ്പിക്കണമേ. എന്നാൽ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കാം. Praise the Lord. Hallelujah. ആമേൻ. ഭക്തൻ പറയുന്നു, നിന്റെ ദയക്ക് തക്കവണ്ണമെന്നെ ജീവിപ്പിക്കണമേ. ആമേൻ. സ്തോത്രം. ഞാൻ നിർജീവമായിരിക്കുന്നു, എന്റെ ശരീരം മരിച്ചിരിക്കുന്നു, എന്റെ ആത്മാവ് മരിച്ചിരിക്കുന്നതിന് തുല്യം, എന്റെ മനസ്സ് നിർജീവമായിരിക്കുന്നു, എന്റെ ആരാധന മരിച്ചിരിക്കുന്നു, എന്റെ ആത്മീക ജീവിതം മരിച്ചിരിക്കുന്നു. ആമേൻ. നീ ഒന്ന് ജീവിപ്പിച്ചാൽ ആമേൻ താൻ പറയുന്നു, നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ ഞാൻ എന്ത് ചെയ്യാം? പ്രമാണിക്കാം. Praise the Lord. ദൈവത്തിന്റെ ദയ വലിയ ദയയാണ്. ആ ദയ നമ്മെ ജീവിപ്പിക്കുന്ന ദയയാണ്. അല്ലേ? സ്തോത്രം. ആമേൻ. അസ്ഥിപഞ്ചരങ്ങളായി ഒന്നിനോടൊന്ന് ചേർച്ചയില്ലാതെ സ്തോത്രം താഴ്വരയിലാണെങ്കിലും ചിതറപ്പെട്ട് കിടക്കുന്ന അസ്ഥിപഞ്ചരങ്ങളിൽ ജീവൻ കൊടുത്ത് ഒരു സൈന്യമാക്കി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പറഞ്ഞ ആത്മാവിനെ വിളിച്ചു പറയാ, നിർജീവമായിരിക്കുന്ന നിന്റെ അനുഭവങ്ങളെ ജീവനുള്ളതാക്കി മാറ്റി ഒരു സൈന്യമായി നിവർത്തി നിർത്തുവാൻ ദൈവത്തിന്റെ ദയക്ക് ശക്തിയുണ്ട്. മരിച്ച 4 ദിവസമായി കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങപ്പെട്ടു. ഇനി രക്ഷയില്ലെന്ന് കുടുംബത്തിനകത്തു നിന്ന് സ്വന്തം സഹോദരിമാർ പോലും സാക്ഷ്യപ്പെടുത്തി. നാറ്റം വെച്ചു തുടങ്ങി കർത്താവ്. കർത്താവ് പറഞ്ഞു, അവൻ ജീവിക്കാൻ പോകുന്നു. സഹോദരി പറഞ്ഞു, എനിക്കറിയാം അന്ത്യകാലത്ത് അവൻ ജീവിക്കും. കർത്താവ് പറഞ്ഞു, ഇല്ല, ഇപ്പോൾ അവൻ ജീവിക്കും. അതാ ദൈവത്തിന്റെ ദയ. ഇപ്പോൾ അസാധ്യമാണ്, സാധ്യമല്ല, കഴിഞ്ഞുപോയി, തീർന്നുപോയി, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരു സാധ്യതയും ഇല്ലെന്ന് ചിന്തിച്ച മേഖലയിൽ കർത്താവ് പറഞ്ഞവൻ ജീവിക്കാൻ പോവുകയാ. അതാണ് ദൈവത്തിന്റെ ദയ. നാം ജീവിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം? ദയ വേണം. സ്തോത്രം. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഒരു ആശ്വാസം കൈക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? പല പ്രതികൂല സാഹചര്യങ്ങളിലും ആത്മീകമായും അല്ലെങ്കിൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയുണ്ടാകണമെങ്കിലും എന്ത് വേണം? ദൈവത്തിന്റെ ദയ വേണം. ദൈവത്തിന്റെ ദയക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ദയ നമ്മോട് കൂടെയുണ്ട്. അവന്റെ വലിയ ദയ തന്റെ ഭക്തന്മാരോട് കൂടെയുണ്ട്. തന്റെ ദയക്ക് തക്കവണ്ണം അവൻ നമ്മെ നടത്തുന്ന ദൈവമാ. തന്റെ ദയക്ക് തക്കവണ്ണം അവൻ നമ്മോട് പകരം തരുന്ന ദൈവമാ. തന്റെ ദയക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്ന ഒരു ദൈവമാ. ആ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.